ഹരി ഓം. ബാലികാ താളികാ താളലീലാലയാ സംഘസന്ദർശിതഭ്രൂലതാ വിഭ്രമഃ ഗോപികാ ഗീതദത്താവധാനഃ സ്വയം സംജഗൗ വേണുനാ ദേവകീ നന്ദനഃ. രാസലീലയിൽ വീണ്ടും ആ കാർവർണൻ്റെ വേണുനാദത്തെ കവി വർണ്ണിക്കുകയാണ്. നൃത്തം ചെയ്യുന്ന ബാലികമാരുടെ കരതാളങ്ങളുടെ ലയമനുസരിച്ച് പുരികക്കൊടികൾ ചലിപ്പിച്ചുകൊണ്ടും ഗോപികമാരുടെ ഗീതങ്ങളിൽ ശ്രദ്ധയേകുവാനായിട്ടും ഈ ദേവകീനന്ദനൻ സ്വയം വേണുകൂജനം ചെയ്തുവെന്ന് കവി പറയുന്നു. അതായത് ആ ബാലികമാരുടെ കൈത്താളങ്ങൾക്കനുസരിച്ചും ഗാനാലാപങ്ങളിൽ ലയിച്ചും ഭഗവാൻ വേണു ഊതിയത്രേ. ഭഗവാനെ കണ്ണാ, സ്വയം മറക്കുന്ന പരസ്പരമുള്ള ഒരു ലയനം, വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും സ്തുതികളും എല്ലാം ഒരേ ഒരു ഒന്നിലേക്ക് മാത്രമാകുമ്പോൾ, അതും ഇതും എന്നത് ഇല്ലാതെയാകുമ്പോൾ, എല്ലാം ഒന്നിലേക്കെന്ന ചിന്ത മാത്രമാകുമ്പോൾ അവിടെ പിന്നെ ഞാനില്ല, നീയില്ല, മറ്റൊരാളില്ല, ഏകമായ സത്യമായ ഒന്നു മാത്രം. ആ സത്യവസ്തുവാണ് ആനന്ദം, ഉള്ളിൽ അനുഭവിക്കുന്ന പരമാനന്ദം, സാന്ദ്രമായ ആനന്ദം, കണ്ണൻ എന്ന പരമാനന്ദം. ഏവർക്കും ആവോളം ആ ആനന്ദം അനുഭവിക്കുവാനാകട്ടെ. നാരായണ. പാരിജാതം സമുദ്ധൃത്യ രാധാവയോരൂപയാമാസ ഭാസാ ഗുണൈരംഗണേ ശീതശീതേ വടേ യാമുനീയേ തടേ സംജഗൗ വേണുനാ ദേവകീ നന്ദനഃ. രാധയുടെ രൂപവും പ്രായവുമുള്ള ഗുണങ്ങളിൽ ലക്ഷ്മീദേവിക്ക് സമാനയായി ശോഭിക്കുന്നവളുമായ ഒരു സ്ത്രീയോടൊപ്പം തിരുമുറ്റത്ത് പാരിജാത വൃക്ഷത്തെ പറിച്ചുകൊണ്ട് നട്ടിട്ട് ദേവകീനന്ദനൻ വേണുഗാനം ചെയ്തുവത്രേ. കവി വർണ്ണിക്കുകയാണ്. ഭഗവാനെ, ചോദിക്കുന്നത് എന്തുമേകാൻ കഴിയുന്ന കൽപ്പവല്ലി പോലെ അവിടുന്ന് കൂടെയുള്ളപ്പോൾ വെറുമൊരു പാരിജാതത്തിൻ്റെ പ്രസക്തി എന്ത്? പാരിജാതത്തേക്കാൾ സുഗന്ധമേറിയതാണ് അവിടുത്തെ ഗുണങ്ങൾ. പാരിജാതത്തേക്കാൾ മനോഹരമാണ് അവിടുത്തെ കാണുന്ന കാഴ്ച. അവിടുന്ന് പൂജാപുഷ്പമല്ല, പൂജിക്കപ്പെടുന്ന പുഷ്പമാണ്. ഓരോരുത്തരും അവരുടെ ഹൃദയവനികയിൽ പോറ്റി വളർത്തുന്ന, പൂജിക്കുന്ന ഒരേ ഒരു പൂവ്, നീല നിറമാർന്ന പൂവ്, കളഭഗന്ധമുള്ള പൂവ്, 1000 സൂര്യചന്ദ്രന്മാരുടെ ശോഭയുള്ള പൂവ്. ഓരോ ഇതളിലും കരുണയും സ്നേഹവും അലിവും ആർദ്രതയും വിടരുന്ന പൂവ്. കാത്തുവച്ചാൽ ഒരിക്കലും കൊഴിയാത്ത, വാടാത്ത ശ്രീകൃഷ്ണൻ എന്ന താമരപ്പൂവ്. രൂപമാർന്നും ആനന്ദമാർന്നും ഹൃദയഭൂവിൽ നിറയെ വിടരാൻ വെമ്പുന്ന ഒരേ ഒരു പൂവ്. നാരായണ. അഗ്രേ ദീർഘതരോയമർജുനതരുസ്തസ്യാഗ്രതോ വർത്തിനീ സാഘോഷം സമുപൈതി തൽപരിസരേ ദേശേ കളിന്ദാത്മജാ തസ്യാസ്തീരതമാലകാനനതലേ ചക്രം ഗവാം ചാരയൻ ഗോപഃ ക്രീഡതി ദർശയിഷ്യതി സതേ പന്ഥാനമവ്യാഹതം. മോക്ഷം ആഗ്രഹിക്കുന്ന ജീവിതയാത്രയിലെ യാത്രക്കാരാണ് ഏവരും. ഭഗവാനെ ഭജിച്ചാൽ അവിടെ എത്തുവാനുള്ള വഴി കാണിച്ചു തരുമെന്ന് കവി പറയുന്നു. അത് ഇങ്ങനെയാണ്. മുന്നിലതാ നീണ്ട ഉയരമുള്ള ഒരു മരുതുമരം. അതിൻ്റെ മുന്നിൽ ഒരു വഴിയുണ്ട്. അവിടെ ആ പരിസര പ്രദേശത്തേക്ക് കാളിന്ദി നദി സഘോഷത്തോടെ വന്നു ചേരുന്നുണ്ട്. ആ നദിക്കരയിലുള്ള പച്ചിലക്കാട്ടിൽ
പശുക്കൂട്ടത്തെ മേച്ചുകൊണ്ട് ഒരു ഗോപാലൻ കളിക്കുന്നുണ്ട്. അവൻ താങ്കൾക്ക് അപകടമില്ലാത്ത വഴി കാട്ടിത്തരുമെന്ന് കവി നമ്മോട് പറയുന്നു. നടക്കുമ്പോഴല്ല, നടക്കാൻ ആരംഭിക്കുമ്പോൾ ആ ഉണ്ണിയോട് വഴി ചോദിക്കണം. നടന്നു തുടങ്ങുമ്പോൾ സംശയം വന്നാൽ വീണ്ടും അവനോട് ആരായണം. പേടി തോന്നിയാൽ ആ കയ്യിൽ മുറുകെ പിടിക്കണം. ഇടയ്ക്ക് ഇരുള് വന്നാൽ പിടിവിടാതെ കണ്ണുകളടച്ച് അവനോട് ചേർന്നിരിക്കണം. ഒന്നേ ഓർക്കാനുള്ളൂ, ആ കൈകളെ എപ്പോഴും മുറുകെ 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 പിടിക്കണം. നാരായണ. ഗോധൂളിധൂസരിത കോമള ഗോപവേഷം ഗോപാലബാലകശതൈരനുഗമ്യമാനം സായന്തനേ പ്രതിഗൃഹം പശുബന്ധനാർത്ഥം ഗച്ഛന്തമച്യുതശിശും പ്രണതോസ്മി നിത്യം. നൂറുകണക്കിന് ഗോപബാലകന്മാർക്കും പശുക്കൾക്കും കിടാങ്ങൾക്കുമൊപ്പം സന്ധ്യാസമയത്ത്, ഗോധൂളി മുഹൂർത്ത സമയത്ത് ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് മടങ്ങി വരികയാണ്. ആ കാഴ്ച വർണ്ണിക്കുകയാണ് കവി ഇവിടെ. ഗോക്കൾ നടക്കുമ്പോൾ ഉയർന്നു വരുന്ന പൊടിയണിഞ്ഞ് കണ്ണൻ്റെ ഗോപാലവേഷം അല്പം മങ്ങിയിട്ടുണ്ട് എന്ന് വർണ്ണിക്കുന്നു. നൂറുകണക്കിന് ഗോപന്മാർ പിന്നാലെയുണ്ട്. സന്ധ്യയ്ക്ക് വീടുകൾ തോറും പശുക്കളെ കെട്ടുവാൻ അവർ പോവുകയാണ്. അങ്ങനെ പോകുന്ന ആ അച്യുതൻ കുട്ടിയെ നിത്യവും ഞാൻ നമസ്കരിക്കുന്നു എന്ന് കവി പറയുകയാണ്. ഭഗവാനെ, പീലി കെട്ടിയ തിരുമുടിയും ചേലിലണിഞ്ഞ പീതാംബരവും നന്ദനനായി എൻ്റെ മടിമേലിരിക്കുമ്പോൾ, ഇവയൊക്കെ അണിഞ്ഞ് നന്ദനനായി എൻ്റെ മടിമേലിരിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും ഭാഗ്യവതി ഞാനായി മാറുന്നു ഭഗവാനെ. നിറഞ്ഞ സ്നേഹമൊഴുകുന്ന കണ്ണുകൾ ഉയർത്തി, കണ്ണാ, അങ്ങയെ നോക്കുമ്പോൾ ചിരിക്കുന്ന പൂമിഴിയിൽ നിറയെ സ്നേഹമാണ്. പരുപരുത്ത വിരലുകൊണ്ട് കുഞ്ഞെ ഞാൻ നിൻ്റെ പൂമേനിയിൽ തലോടുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, എൻ്റെ കൈവിരൽ കൊണ്ട് കുഞ്ഞിന് വിഷമമുണ്ടാവുന്നുണ്ടോ എന്ന്. അളകങ്ങൾ ഒതുക്കി വയ്ക്കുമ്പോൾ കാണാവുന്ന ചന്ദ്രോദയം പോലെയുള്ള മുഖം നിന്തിരുവടി എന്നും എൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കണേ. നാരായണ. നിധിം ലാവണ്യാനാം നിഖില ജഗദാശ്ചര്യനിലയം നിജാവാസം ഭാസാം നിരവധിക നിശ്രേയസരസം സുധാധാരാസാരം സുഹൃതപരിപാകം മൃഗദിശാം പ്രപദ്യേ മാംഗല്യം പ്രഥമമധിദൈവം കൃതധിയാം. ലാവണ്യങ്ങളുടെ നിക്ഷേപവും എല്ലാ ലോകാത്ഭുതങ്ങളുടെയും കലവറയും കാണികളുടെ സ്ഥിരവാസസ്ഥലവും അളവറ്റ കൈവല്യരസത്തിൻ്റെ ഉടമയും അമൃതധാരാപ്രവാഹവും സുന്ദരിമാരുടെ പുണ്യപരിഭാഗവും ബുദ്ധിമാന്മാരുടെ പരമദൈവവുമായ ഒന്നാമത്തെ മംഗളമൂർത്തിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് കവി ഇവിടെ പറയുന്നു. ഇങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളുമുള്ള ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് സാരം. നാരായണ. ഭഗവാനെ, ഏറ്റവും മികച്ചതായി അവിടുന്നാണെന്ന് വീണ്ടും വീണ്ടും പറയുന്നത് അത് പറയാനുള്ള കൊതി കൊണ്ടാണ്. എത്ര പറഞ്ഞാലാണ് മതിയാവുക? എത്ര കണ്ടാലാണ്, എത്ര കേട്ടാലാണ് മതിയാവുക? ദിനവും ഓരോരോ തരത്തിൽ അങ്ങയെ മധുരമായ സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ ആവും വിധം ശ്രമിക്കുന്നു. പക്ഷേ മതിയാവുന്നില്ല. ഒന്നിനാലും ഒന്നുകൊണ്ടും അത്ര തന്നെ. അത് അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങയെ സ്തുതിച്ചും പൂജിച്ചും സ്നേഹിച്ചും ഹൃദയത്തിലും ശ്വാസത്തിലും വഹിച്ചുകൊണ്ടും അങ്ങ് അനുവദിച്ച കാലം കടന്നു പോകട്ടെ. അതുവരെ കൊതിമാറാതെ ഭഗവാനെ ഞാൻ അങ്ങയെ സ്നേഹിക്കട്ടെ. നാരായണ.